ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഞണ്ട് മസാല കറിയുടെ റെസിപ്പി നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഗ്രേവിക്കായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, 2 തണ്ട് പുതിനയില, സവോള, തക്കാളി. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാവേ. തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മതി കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇവിടെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് മതി കേട്ടോ. ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. 1 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിതിലേക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ ആ കഷ്ണത്തിൽ പിടിച്ച് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.